ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സുവോളജി എന്ന BSc സുവോളജി ഫസ്റ്റ് സെമ്മിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ഒരു ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് നമ്മളിന്ന് 4 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ നല്ല സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് ഗീവ് എക്സാമ്പിൾ. നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊച്ചിയിലെ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. 10th ക്ലാസ് ഓൾവേസ് നമ്മൾ പഠിക്കുന്നതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്, അതിനെ ഏതെങ്കിലും എക്സാമ്പിളായിട്ട് സ്റ്റേറ്റ് ചെയ്യുക. So in biology, binomial nomenclature is a standard convention used for naming species. It is the combination of 2 terms, genus name and the species descriptor. The first letter of the first term is always capitalized. Species and genus names to be typeset in italics. സോ കുറേ റൂൾസൊക്കെ ഉണ്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ എഴുതാനൊക്കെ ആയിട്ട്. ബട്ട് അത് നമ്മൾ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിൽ നല്ലതായിട്ട് റൂൾസൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ട്. സോ സിംപ്ലി എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് കൺവെൻഷൻ യൂസ്ഡ് ഫോർ നെയിമിങ് സ്പീഷീസ്. സ്പീഷീസിനെ സയൻറ്റിഫിക്കലി നെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ടേംസ്. 2 ടേംസിൻ്റെ കോമ്പിനേഷനാണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 2 ടേംസ്? ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് ഡിസ്ക്രിപ്റ്റർ. സോ ഫസ്റ്റ് ജീനസ് നെയിം, ദെൻ സ്പീഷീസ് നെയിം, ഇങ്ങനെ രണ്ടായിട്ട് എഴുതുന്ന ഒരു ടേം, ഒരു കോമ്പിനേഷൻ ഓഫ് 2 ടേംസ് ആണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതിൽ ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. ആൻഡ് സ്പീഷീസ് നെയിമിൻ്റേത് ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും. സോ അത് മാത്രമല്ല, ഇവർ ടൈപ്പ് ചെയ്യുന്നത് ജീനസ് നെയിമിനെയും സ്പീഷീസ് നെയിമിനെയും ടൈപ്പ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. മാത്രമല്ല സ്പെസിഫിക്കലി ഇവരെ അണ്ടർലൈൻ ചെയ്യണം. അങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനത്. സോ സിംപ്ലി ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എഴുതുമ്പോൾ ഹ്യൂമൻ ബീൻസിൻ്റെയാണ് ഹോമോസാപ്പിയൻ സയൻറ്റിഫിക് നെയിം. അപ്പോൾ ഹോമോസാപ്പിയൻ എഴുതുമ്പോൾ ഹോമോസാപ്പിയൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള H ക്യാപിറ്റലൈസ്ഡ് ആണ്. ദെൻ സാപ്പിയൻസിൻ്റെ S സ്മോൾ ലെറ്റർ ആണ്. നമ്മൾ എഴുതുമ്പോൾ ഇറ്റാലിക്സിലല്ല, ഒരു ഗ്രീക്ക് വേർഡ്സിലാണ്. നമ്മൾ ടൈപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ഇറ്റാലിക്സിൽ മാത്രമേ എഴുതാവൂ. ദാറ്റ് ഈസ് എ റൂൾ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. ടാക്സോണമിയിലെ മോഡേൺ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മെയിൻലി മോർഫോളജിക്കൽ അപ്രോച്ച്, എംബ്രിയോളജിക്കൽ അപ്രോച്ച്, എക്കോളജിക്കൽ അപ്രോച്ച്, ബിഹേവിയറൽ അപ്രോച്ച്, സൈറ്റോളജിക്കൽ അപ്രോച്ച്. ഇത്രയാണ് മോഡേൺ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഈ മോഡേൺ ട്രെൻഡ്സിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഫസ്റ്റ് നോക്കാം നമുക്ക് മോർഫോളജിക്കൽ അപ്രോച്ച്. Morphological characters are largely relied upon for classifying the organisms, and modern facilities such as scanning, electron microscopy improved this system. So ഈ മോർഫോളജിക്കൽ അപ്രോച്ച് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ വെച്ചാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ മോഡേൺ ഫെസിലിറ്റീസ് ലൈക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയും സ്കാനിങ്ങും ഒക്കെ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് നല്ല ഹെൽപ്ഫുള്ളാണ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നു, അത്രമാത്രം ഓർത്തിരുന്നാൽ മതി. ദെൻ എംബ്രിയോളജിക്കൽ അപ്രോച്ചിലെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് പോരാഞ്ഞിട്ട് ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ സമയത്ത് ലൈക്ക് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെയുള്ള സമയത്തുള്ള ഡെവലപ്മെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ സമയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്കോളജിക്കൽ അപ്രോച്ച് നമ്മൾ പേരിൽ തന്നെയുണ്ട്. അവരുടെ ഹാബിറ്റേറ്റ്സ്, സ്പീഷീസിൻ്റെ ഹാബിറ്റേറ്റ്സ്, അവരുടെ ബ്രീഡിംഗ് സീസൺ, ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനുള്ള ടോളറൻസ്, അതൊക്കെ പ്രിഫർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡേറ്റ സജസ് സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്, ബ്രീഡിംഗ് സീസൺ, ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പ്രിഫറൻസ് ഫോർ ന്യൂട്രിയൻസ് എക്സെട്ര ആർ കൺസിഡർഡ് ഫോർ ദിസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Next is a behavioral approach of classification. That is ethological characters are used for classification. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഹാബിറ്റേറ്റിലായാലും അവർ ബിഹേവിയർ ചെയ്യുന്നതിൻ്റെ രീതി അതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എത്തോളജിക്കൽ മോഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ഈ എത്തോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്.
ലാസ്റ്റ് വൺ ഈസ് ദ സൈറ്റോളജിക്കൽ അപ്രോച്ച്. സൈറ്റോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സൈറ്റോളജി മീൻസ് സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ, സെൽ സ്റ്റഡി അല്ലേ. അപ്പോൾ സെല്ലിനെ കുറിച്ചുള്ളതാണ് സൈറ്റോളജി. അപ്പം ക്രോമസോം മോർഫോളജിയും സെല്ലിൻ്റെ നമ്പറും സൈസും ഒക്കെ, ക്രോമസോമിൻ്റെ സൈസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ട് സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യും. ആ ഡേറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റമാണ് എന്ത് പറയുന്നത്, സൈറ്റോളജിക്കൽ അപ്രോച്ച് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് ടാക്സോണമിക് എയ്ഡ്സ്, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ടാക്സോണമിക് എയ്ഡ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. സോ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ടാക്സോണമിക് കീ, ഹെർബേറിയം, സുവോളജിക് പാർക്സ് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയംസ്, ജനറ്റിക് മാർക്കേഴ്സ്. ഇത്രയാണ് മെയിനായിട്ടുള്ള ടാക്സോണമിക് എയ്ഡ്സ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടാക്സോണമിക് കീയും ഹെർബേറിയവുമാണ്. സോ നമുക്ക് എന്താണ് ടാക്സോണമിക് കീ എന്ന് നോക്കാം. That is, it looks at the similarities and the difference of the objects using a series of pairs statements, and the paired statements describe contrasting characters. സോ ഇത് സിമിലാരിറ്റീസും എന്താ പറയുക, സിമിലാരിറ്റീസും അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, എന്താ ഈ സ്പീഷീസിനെ പെയർ ചെയ്യുന്നതും സീരീസ് ചെയ്യുന്നതും അല്ല. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഈ ഒരു പെയർ ചെയ്ത് ചെയ്യുമ്പോൾ, ഈ കേസിൽ പെയർ ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ടാക്സോണമിക് കീ. രണ്ടാമത്തേന്ന് പറയുന്നത് ഹെർബേറിയം. അപ്പോൾ ഹെർബേറിയം ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ഓർ പ്ലാന്റ് പാർട്സ് മെയിൻലി ഇൻ എ ഡ്രൈഡ് ഫോം, ആൻഡ് ദീസ് സ്പെസിമെൻസ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഫോൾഡേഴ്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ബൈ ഫാമിലീസ് ആൻഡ് ദ സ്പീഷീസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഹെർബേറിയം ക്യാബിനറ്റ്സ്. സോ ഇതിന് പ്ലാന്റ്സിൻ്റെയും പ്ലാന്റ് പാർട്സിൻ്റെയും ഡ്രൈഡ് ആയിട്ട് അവർ പ്രിസർവ് ചെയ്യുന്നു. ഇപ്പോൾ ഹെർബേറിയത്തിലൊക്കെ മെയിനായിട്ട് പ്രിസർവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സ്റ്റിൻ്റ് ആയിട്ടൊക്കെ പോകുന്ന സ്പീഷീസിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഡ്രൈഡ് ഫോംസ് ഒക്കെ വെച്ച് അവരെന്താ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് പ്രിസർവ് ചെയ്യും. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാത്ത സ്പീഷീസ് അല്ലെങ്കിൽ പോലും പ്ലാന്റ്സിൻ്റെയൊക്കെ പ്ലാന്റ് പാർട്സിൻ്റെയൊക്കെ എന്ത് ചെയ്യും, ഡ്രൈഡ് ഫോംസ് കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. അത്രയേ ഉള്ളൂ. മാത്രമല്ല ദീസ് സ്പെസിമെൻസ് ആർ പ്ലേസ്ഡ് ഇൻ ഫോൾഡേഴ്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ബൈ ഫാമിലി ആൻഡ് ബൈ സ്പീഷീസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഹെർബേറിയം ക്യാബിനറ്റ്സ്. സോ ആദ്യം ഇതിനെ പ്രിസർവ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇവിടെ ഓർഗനൈസേഷൻ, അവരുടെ ഫാമിലി, അവരുടെ സ്പീഷീസ് എന്താണ് എല്ലാം മനസ്സിലാക്കി, ആൽഫബറ്റിക്കലി അവർ മനസ്സിലാക്കി. സോ അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു സ്റ്റഡി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് ദ സുവോളജിക്കൽ പാർക്സ് ആൻഡ് ദ ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുണ്ട്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എല്ലാം ഒരു റിപ്പോസിറ്ററീസ് ആയിട്ട് സെർവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് ഒരു സേവ് ചെയ്യുന്നു എന്ന് പറയാം, പ്രിസർവ് ചെയ്ത് അവരെ ഇപ്പോൾ സുവോളജിക്കൽ പാർക്സ് ഒക്കെ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ പ്രിസർവ് ചെയ്ത് അവർക്ക് പ്രോബബ്ലി കെയറൊക്കെ കൊടുത്ത് അവരുടെ ആ ഒരു ഹാബിറ്റേറ്റിൽ അവരെ ലീവ് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ അവിടെ അതൊക്കെ സത്യം പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ്. ഇപ്പം സുവോളജിക്കൽ പാർക്സിൽ നിന്ന് നമുക്കങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നമുക്കറിയാം, നിരവധി പ്ലാന്റ്സ് ഒക്കെയുള്ള ഒരു ഗാർഡൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ട്രീസും എല്ലാം കാണാൻ പറ്റും. സോ വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ സുവോളജിക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയംസ്. ഇതെന്ന് പറഞ്ഞാൽ അനിമൽസിനെയും പ്ലാന്റ്സിനെയും പ്രിസർവ് ചെയ്ത് വയ്ക്കാനാണ്. ഇതെന്തിനാണ്, നമുക്ക് ടാക്സോണമിക്കലി അതിന് സ്റ്റഡീസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് മ്യൂസിയംസ് ഒക്കെ ഉള്ളത്. ദാറ്റ് ഈസ് സുവോളജിക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയംസ്. The last one is the genetic markers. It is being utilized as a powerful aids in identifying and establishing new species. ഇപ്പോൾ ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ DNA പ്രിൻറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണ് ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പീഷീസിനെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ജനറ്റിക് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏത് സ്പീഷീസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സ്പീഷീസിനെ പിന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പുതിയ സ്പീഷീസായിട്ട് കൊണ്ടുവരാനും, അപ്പോൾ ഈ ജനറ്റിക് വേരിയബിലിറ്റിക്ക് വരുമ്പോൾ വേറൊരു സ്പീഷീസായിട്ട് അവർ ക്ലാസിഫൈ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യും. സോ ജനറ്റിക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാക്സോണമിക് എയ്ഡാണ്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ടാക്സോണമിക് കീ, ഹെർബേറിയം, സുവോളജിക്കൽ പാർട്സ് ആൻഡ് ദ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയംസ് ആൻഡ് ജനറ്റിക് മാർക്കേഴ്സ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ദ റൂൾസ് ആൻഡ് റിക്വസിറ്റീസ് ഓഫ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഫസ്റ്റ് ഈസ് ദ റൂൾസ് നമ്മൾ +1 +2 ചാപ്റ്റേഴ്സ് ക്ലാസ്സിലേക്ക് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഓൾ സുവോളജിക്കൽ നെയിംസ് ഷുഡ് ബി ഇൻ ഗ്രീക്ക് ഓർ ലാറ്റിൻ ലാംഗ്വേജ്. ഫസ്റ്റ് നെയിം ദാറ്റ് റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് സെക്കൻഡ് നെയിം ദാറ്റ് റെപ്രസെൻറ്റ് സ്പീഷ്യസ്. First letter of the generic name is always capitalized, while species name should always be in lower case letters. The genus name is always written first and species name is in second. In written, both should be underlined and should typed in the italics, and a single letter space between two.
സോ എല്ലാ സുവോളജിക്കൽ നെയിംസും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സയൻറ്റിഫിക് നെയിമായിട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ ചെയ്യുന്നത് എന്തായിരിക്കണം? ഗ്രീക്കിൽ അല്ലെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് നെയിം ഷുഡ് ബി റിപ്രസെൻറ്റ് ദ ജീനസ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജനറിക് നെയിം ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പീഷ്യസ് ആയിരിക്കണം. ആൻഡ് ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കണം. സ്പീഷ്യസ് നെയിമിൻ്റേത് ലോവർ കേസ് ലെറ്റർ ആയിരിക്കണം. ആൻഡ് ദ ജീനസ് നെയിം ഈസ് ഓൾവേസ് റിട്ടേൺ ഫസ്റ്റ് ആൻഡ് സ്പീഷ്യസ് നെയിം സെക്കൻഡ്. സിമ്പിൾ. ജീനസ് നെയിം ആദ്യം എഴുതും. ജീനസ് നെയിമിൻ്റേത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. സ്പീഷ്യസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും. സ്പീഷ്യസ് നെയിം ജീനസ് നെയിം കഴിഞ്ഞിട്ടാണ് എഴുതാനുള്ളത്. ആൻഡ് ഓൾസോ എ സിംഗിൾ ലെറ്റർ സ്പേസ് ബിറ്റ്വീൻ ടു. ഈ ജീനസ് നെയിം ആദ്യം എഴുതുന്നു, സ്പീഷ്യസ് നെയിം സെക്കൻഡ് എഴുതുന്നു. അതിൻ്റെ നടുക്കായിട്ട് മീൻസ് അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് വേണം. അതൊരു സിംഗിൾ സ്പേസ് ഡിസ്റ്റൻസ്, ഒരു സിംഗിൾ ലെറ്റർ സ്പേസ് ആയിരിക്കണം അവർക്കിടയിലുള്ളത്. ഒരുപാട് സ്പേസും അവരത് സ്പേസ് ഇല്ലാതെയും ഇരിക്കരുത്. ആൻഡ് ഇറ്റാലിക്സിലായിരിക്കും ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. മാത്രമല്ല റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അവർ ബോത്ത്ലി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. സോ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ്. നമ്മൾ 2 മാർക്സിനോ 4 മാർക്സിനൊക്കെ എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ദെൻ വേറെ ഉള്ളത് റിക്വസിറ്റീസ് ആണ്. ദറ്റ്സ് റിക്വസിറ്റീസ് മെയിനായിട്ട് 3 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് ഈസ് യുണീക്ക്നെസ്, സെക്കൻഡ് ഈസ് സ്റ്റെബിലിറ്റി, ആൻഡ് തേർഡ് ഈസ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. സോ യുണീക്ക്നെസ് ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, യൂണിവേഴ്സിറ്റിയിലി അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. എന്തൊക്കെയാണ് റിക്വസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സയൻറ്റിഫിക് നെയിം എഴുതിയാൽ അതിന് അതൊരു സയൻറ്റിഫിക് നെയിമായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? അതാണ് റിക്വസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ യുണീക്ക്നെസ് ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സയൻറ്റിഫിക് നെയിം വേറെ ഒരു സ്പീഷ്യസിൽ ഉള്ള ഓർഗാനിസത്തിനും ഉണ്ടാവാൻ പാടില്ല. സോ അത് യുണീക്കായിട്ടുള്ള ഒരു നെയിം ആയിരിക്കണം. മാത്രമല്ല സ്റ്റേബിൾ ആയിരിക്കണം, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പം ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു സയൻറ്റിഫിക് നെയിം അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് നെയിം സ്റ്റേബിൾ ആയിരിക്കണം. അത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആണെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള നെയിമൊന്നും ആയിരിക്കരുത്. യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. മീൻസ് എല്ലാ ഓർഗനൈസേഷനും ഇപ്പം എല്ലാവരും യൂണിവേഴ്സിറ്റി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേരായിരിക്കണം. അപ്പോൾ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ദെൻ എന്തായിരിക്കണം? യുണീക്ക് ആയിട്ടുള്ള പേരായിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള പേരായിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ റിക്വസിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഇത്രയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് ഗിവ് എക്സാമ്പിൾ. ദെൻ മോഡേൺ ട്രെൻഡ്സ് ഇൻ ദ ടാക്സോണമി, ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ടാക്സോണമിക് എയ്ഡ്സ്. ദെൻ ദ റൂൾസ് ആൻഡ് ദ റെക്വസിറ്റീസ് ഓഫ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ നന്നായിട്ട് നോക്കി വയ്ക്കണം. അതിൻ്റെ റൂൾസും റെക്വസിറ്റീസും എല്ലാം നന്നായിട്ട് നോക്കി വയ്ക്കണം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്. ആൻഡ് നമ്മളിന്ന് നോക്കിയത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്തതായിട്ട് കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൻ്റെ തന്നെ നോക്കാം. ഒരു ചാപ്റ്ററായിട്ട് കവർ ചെയ്ത് പോകാം. സോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സുവോളജിയിൽ നമുക്ക് ഫുൾ മാർക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഫുൾ മാർക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്സ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ.